ഈയിടെയായി ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമ്മുടെ മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളെന്ന് കേട്ടോ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇപ്പം അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അതൊരു വേദനയേറിയ ഓർമ്മകളായിട്ട് തീരാറുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഈ നാട്ടിലെ ഭക്ഷണങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും അതിനുള്ള നമുക്കതിന് എല്ലാ പുതിയ കാര്യങ്ങളും ട്രൈ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു ഈ ഇലയട എന്നുള്ളത്. പലപ്പോഴും ഇലയട ഉണ്ടാക്കുമ്പോൾ ഞാൻ വീട്ടിൽ പിന്നെ അമ്മയോട് വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷേ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ അന്ന് നമുക്കതൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ നമ്മൾ വേറൊരു രാജ്യത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം അതിനൊക്കെ നമുക്ക് ഒത്തിരി വാല്യൂ ഉണ്ടായി. അതുതന്നെയല്ല, ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ഈ അവരുണ്ടാക്കിയ പല രുചികളും നമ്മൾ എത്ര ട്രൈ ചെയ്താലും അത്രയ്ക്ക് വരാറുമില്ല. പക്ഷേ ഇന്നിപ്പം എനിക്ക് അട കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ ചക്ക കൊണ്ട് അട ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. നമുക്കിവിടെ ഫ്രഷായിട്ട് ചക്കയൊന്നും അങ്ങനെ കിട്ടില്ല. അപ്പം അതിനായിട്ട് ഞാൻ ക്യാനിൽ വരുന്ന ഷുഗർ സിറപ്പിലുള്ള ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിച്ചപ്പം എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കണ്ടില്ലായിരുന്നു, വലിയ രസമൊന്നുമില്ല. പക്ഷേ എന്നാലും ചക്കയാന്ന് പറഞ്ഞ് നമുക്ക് കഴിക്കാം. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ചക്കയിട്ട് നല്ലപോലെ വഴറ്റുക. നമ്മളുടെ നാട്ടിലെ ചക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മതിയാകും. ഇതൊരു അരമണിക്കൂറോളം ഞാൻ അടച്ചു വെച്ച് വേവിച്ചു. അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ, ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് തേങ്ങ, ഞാനിവിടെ ഏകദേശം 1 കപ്പോളം തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ മാവ് നമ്മൾ സാധാരണ അടയ്ക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക, ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ. എന്നിട്ട് ഇലയിൽ വെച്ച് പരത്തി അതിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് നമ്മൾ വേവിക്കാൻ വയ്ക്കുക. വേവിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം അട ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം. എനിക്കത് നല്ലപോലെ മുരിഞ്ഞ് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ വേറൊരു ഒരു പഴയ പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അട വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെയിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് അത് നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. അങ്ങനെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ലേറ്റർ.